ഹായ്, നമസ്കാരം. നന്ദകുമാറാണ്. എനിക്ക് തോന്നുന്നു ഒരുവിധം ആൾക്കാർക്ക് ഇടാൻ മടിയുള്ള ഒരു പോസ്റ്റായിരിക്കും ഇത്. പക്ഷേ നമ്മുടെ ലോകത്തിലുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കും അത്യാവശ്യമായതും അവർക്കറിയാൻ പാടില്ലാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ദിസ് ഈസ് വെരി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഹ്യൂമൻസ്, അതായത് മനുഷ്യൻ എന്ന് പറയുന്നത് സന്തോഷം മാത്രം, അതായത് സന്തോഷത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നവരാണ്. ഓരോ സെക്കൻഡും നമുക്ക് വേണമെന്നാഗ്രഹിക്കുന്ന സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസുകൾ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടായാൽ മാത്രമാണ് സന്തോഷം എന്ന് പറയുന്ന ഫീലിങ്സ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ സന്തോഷം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരുപാട് ഹോർമോൺസ് ഉണ്ട്. ആ ഹോർമോൺസിനെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് സന്തോഷം നിലനിർത്താൻ സാധിക്കത്തുള്ളൂ. അപ്പം ഒരുപാട് ആൾക്കാർ പലതരം റൂട്ട് ഓഫ് ഫോർമേഷനിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. ചില ആൾക്കാർ കുറ്റം പറയുമ്പോൾ കണ്ടെത്തുന്നുണ്ട്, ചില ആൾക്കാർ മദ്യപിക്കുമ്പോൾ കണ്ടെത്തുന്നുണ്ട്, ചില ആൾക്കാർ അവരുടെ ആക്ടിവിറ്റീസിൽ കണ്ടെത്തുന്നുണ്ട്, ചില ആൾക്കാർ അവരുടെ ഹാബിറ്റോ പരിപാടിയിൽ കണ്ടെത്തുന്നുണ്ട്. എന്താണോ, അതായത് ഏത് റൂട്ടിലും നമുക്ക് ഈ പറയുന്ന ഹോർമോൺസിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. ചില ആൾക്കാർ അവരുടെ പാഷൻ, ഇപ്പോൾ അവർ പടം വരയ്ക്കുമ്പോഴായിരിക്കും അവർക്ക് ഈ ഹാപ്പിനെസ് ഹോർമോൺസ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ പടം വരയ്ക്കുന്നതിലൊരു ഭയങ്കരമായിട്ട് ശ്രദ്ധ കോൺസെൻട്രേഷൻ ചെയ്യും. അപ്പോൾ ഇങ്ങനെ എങ്ങനെയാണോ ഇതായത് നമുക്ക് സന്തോഷം ലഭിക്കുന്ന ഒരു മൂമെൻറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് ഹാപ്പിനെസ് ഹോർമോൺസ് ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ഉണ്ടായാൽ മാത്രമാണ് നമ്മുടെ ക്യാരക്ടറൈസേഷൻ, സ്വഭാവം എന്നിവകളെല്ലാം ഗുണമുള്ള സാധനങ്ങളാവുള്ളൂ. മനസ്സിലല്ലേ? ഒരാൾ കള്ളത്തരം കാണിക്കുമ്പോഴാണ് അയാൾക്ക് ഈ പറയുന്ന ഹാപ്പിനെസ് ഹോർമോൺ ക്രിയേറ്റഡ് ആവുന്നുണ്ടെങ്കിൽ അവൻ ലോകത്തിലെ ഏറ്റവും വലിയ കള്ളനാവും. അപ്പോൾ ഏതിലാണോ നമ്മൾ ഹാപ്പിനെസ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത് അതിൽ ഹീ ഈസ് ദ ബ്രില്യൻറ്റ്, അതായത് അയാൾ അതിൽ ഏറ്റവും പ്രഗത്ഭനാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ പെൺകുട്ടികൾ, എനിക്ക് തോന്നുന്നു ഒരു 100-ൽ ഒരു 89 അല്ലെങ്കിൽ 90% പെൺപിള്ളേരും സ്വയംഭോഗം എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ അറപ്പോ എന്തോ ഒരു ഭയങ്കര ഒരു വിമിഷ്ടം പോലെയൊക്കെയുള്ളൊരു പരിപാടിയാണ്. ആണുങ്ങൾ നോർമലി സ്കൂൾ തലം തൊട്ടിട്ട് പരിപാടി തുടങ്ങും, പക്ഷേ പെണ്ണുങ്ങൾക്ക് അത് അങ്ങോട്ട് പെട്ടെന്ന് അക്സെപ്റ്റബിൾ ആവില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു അന്വേഷണത്തിൻ്റെ റിസൾട്ട്, അതായത് സയൻറ്റിഫിക് റിസൾട്ടാണ് ഞാനീ പറയുന്നത്. ചില പെൺകുട്ടികളോ സ്ത്രീകളോ സ്വയംഭോഗം ഇഷ്ടപ്പെടുന്നതിനും സ്വയംഭോഗം എന്ന ആശയത്തിൽ സുഖം തോന്നാതിരിക്കാനുമുള്ള വിവിധ കാരണങ്ങളുണ്ട്. സ്വയംഭോഗം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. മാസ്റ്റർബേഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. സ്വയം ഭോഗിക്കുക, അതായത് ലൈംഗിക അവയവം എടുത്ത് നമ്മൾ സ്വയം ഭോഗിച്ച് ആ ഭോഗത്തിൽ നമ്മൾ ഈ പറയുന്ന ബീജം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ വരുന്ന ഹാപ്പിനെസ് ഹോർമോൺസാണ്. അത് ഹാപ്പിനെസ് ഹോർമോൺസ് വരുമ്പോൾ നമുക്ക് ശരീരത്തിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് കുറേ സുഖങ്ങൾ കിട്ടും, കുറേ ഗുണങ്ങൾ കിട്ടും. അങ്ങനത്തെ സാധനങ്ങൾ അത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പിനെസ് ഹോർമോൺ പ്രൊഡ്യൂസ്, അത് ഹാപ്പിനെസ് ഹോർമോൺ തലച്ചോറിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ബിഹേവിങ് രീതിയിൽ നമുക്ക് വ്യത്യാസങ്ങളുണ്ടാവും. നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരുപാട് സ്ത്രീകൾ ഭയങ്കര അലഗൻറ്റഡായിട്ടും ദേഷ്യത്തിലും അനാവശ്യമായിട്ടുള്ള ഇമോഷൻസുകൾ ക്രിയേറ്റ് ചെയ്തും ഒക്കെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങളിലും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്തുകൊണ്ടത് ചെയ്യുന്നു എന്നുള്ളൊരു അന്വേഷണം കൂടിയാണ് എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചത്. അപ്പം ദിസ് വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ വീഡിയോ അല്ല, ഒരു വലിയൊരു പരിപാടിയാണ്. അപ്പോൾ ഞാനിതൊന്ന് വായിക്കും. ഇത് കുറച്ചുണ്ട്, അപ്പോൾ അതുകൊണ്ടിട്ടാണ് പോസ്റ്റ് ഇടുമ്പോൾ എല്ലാവരും ചിലപ്പോൾ കാണണമെന്നില്ല. അതുകൊണ്ടാണ് സമയമുള്ളവർ സമയമെടുത്ത് പതിയെ കേട്ടാലും മതി. ടോട്ടാലിറ്റി ചില പെൺകുട്ടികളോ സ്ത്രീകളോ സ്വയംഭോഗം ഇഷ്ടപ്പെടാതിരിക്കുന്നതിനും സ്വയംഭോഗ എന്ന ആശയത്തിൽ നിന്ന് സുഖം തോന്നാതിരിക്കുന്നതിനും വിവിധ കാരണങ്ങളുണ്ട്. ഒന്ന്, സാംസ്കാരികപരമായ മതപരമായ വിശ്വാസങ്ങൾ. ചില സംസ്കാരങ്ങളോ മതങ്ങളോ സ്വയംഭോഗത്തെ നിഷിദ്ധമായ പാപമായ കണ്ടേക്കാം. ഭയങ്കര വിഡ്ഢിത്തരമാണത്. നാണക്കേട് അല്ലെങ്കിൽ കളങ്കം. സ്വയംഭോഗത്തിന് ചുറ്റുമുള്ള നാണക്കേടും സാമൂഹിക മനോഭാവത്തിലേക്ക് നയിച്ചേക്കും. 3, വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം, അതായത് സെക്ഷൽ എഡ്യൂക്കേഷൻ ഇല്ലായ്മ. സ്വയംഭോഗം, ശരീരഘടന അല്ലെങ്കിൽ ലൈംഗിക ആരോഗ്യം എന്നിവയെക്കുറിച്ചുള്ള പരിമിതമായ അറിവ് അതിനെ ഭയപ്പെടുത്തുന്നതായി തോന്നിയേക്കാം. ദാറ്റ് മീൻസ് സെക്ഷൽ അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്തതിൻ്റെ പോരായ്മയാണത്. പിന്നെ 4, ബോഡി ഇമേജ് പ്രശ്നങ്ങൾ. നെഗറ്റീവ് ബോഡി ഇമേജ് അല്ലെങ്കിൽ സ്വയം അവബോധം. സ്വന്തം ശരീരം പര്യവേഷണം ചെയ്യുന്നത് ബുദ്ധിമുട്ടാകും. ട്രോമ അല്ലെങ്കിൽ നെഗറ്റീവ് അനുഭവങ്ങൾ. മുൻകാല ആഘാതകരമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ ലൈംഗികതയുമായുള്ള നിഷേധാത്മകമായ കൂട്ടുകെട്ടുകൾ സ്വയംഭോഗത്തെ അരോചകമാക്കും.
പങ്കാളി കേന്ദ്രീകൃത ചില സ്ത്രീകൾ സോളോ ആക്ടിവിറ്റിയേക്കാൾ പങ്കാളികളെ അടിസ്ഥാനമാക്കിയുള്ള ലൈംഗിക അനുഭവങ്ങൾക്ക് മുൻഗണന നൽകിയേക്കാം. അതായത് ഫിസിക്കൽ റിലേഷൻഷിപ്പിന് മാത്രം ഒരു കൺസിഡറേഷൻ കൊടുക്കുന്ന ആൾക്കാർക്ക് സെൽഫായിട്ട് ഇത് ചെയ്യുന്നതിനോട് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു 90% പെൺപിള്ളേരും ഫെയിലായിരിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ള കാര്യം. ഈ പങ്കാളിനെ എപ്പോഴും കിട്ടത്തൊന്നുമില്ല. പിന്നെ അതുമാത്രമല്ല, മാരേജ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഫോർമേഷൻ നിൽക്കുമ്പോൾ ഈ ഹസ്ബൻഡിനെ എപ്പോഴും കിട്ടത്തൊന്നുമില്ല എല്ലാവർക്കും. അപ്പോൾ ആ സമയത്ത് ഇവർ പെട്ടു, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് അവർ സ്വയമേ മണ്ടത്തരങ്ങൾ ചെയ്യുന്നത് കൊണ്ടും കൂടിയാണത്. അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ 7th എന്ന് പറയുന്നത് വ്യക്തിഗത മുൻഗണന. ലളിതമായി പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളാണ്, അതായത് ഈ പങ്കാളിക്ക് മാത്രമേ ഞാൻ സെക്സ് ചെയ്യുള്ളൂ എന്ന് മാനസികമായി ധരിച്ചു വയ്ക്കുകയും അവർ മാസ്റ്റർബേറ്റ് ചെയ്യത്തില്ല എന്ന്, മാസ്റ്റർബേഷൻ തെറ്റാണെന്ന് ധരിച്ചിരിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ അവിഹിതത്തിലേക്ക് പോയി വീഴുന്നത്. അതായത് വേറെ ഉള്ള ആണുങ്ങളുടെ വശീകരണത്തിലേക്ക് പോയി വീണിട്ട് അവരുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ട് ഹാപ്പിനെസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള പെൺകുട്ടികളാണ്. ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികൾ മാസ്റ്റർബേഷൻ ചെയ്ത് അതിനകത്ത് നിന്ന് അവരൊരു ഹാപ്പിനെസ്സിനെ ക്രിയേറ്റ് ചെയ്യുകയും മാസ്റ്റർബേഷനിലൂടെയും പിന്നെ പങ്കാളിയിലൂടെയും എനിക്കിത് കിട്ടുമെന്നുണ്ട് കണ്ടുവാണെങ്കിൽ, ഏറ്റവും കൂടുതൽ മാസ്റ്റർബേഷനിലൂടെ അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു കുന്നോളം പെൺകുട്ടികളുടെ വീട്ടിലും പ്രശ്നങ്ങളുണ്ടാവില്ല, അല്ലെങ്കിൽ പല പെൺകുട്ടികളും ഡൈവോഴ്സ് ആവില്ല, അല്ലെങ്കിൽ ഒരു കുന്നോളം ഡൈവോഴ്സ് കേസസ് പോലും നമുക്കതിൽ നിന്നും ഇല്ലാണ്ടാക്കാൻ പറ്റും. പിന്നെ 7th വ്യക്തിഗത മുൻഗണന. ലളിതമായി പറഞ്ഞാൽ ചില സ്ത്രീകൾ സ്വയംഭോഗം ആസ്വദിക്കില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം അനുഭവിച്ചേക്കില്ല. അതായത് ഇന്നേ വരെ സ്വയംഭോഗം ചെയ്യാത്ത പെൺകുട്ടികളുണ്ട്. 8 ആസക്തിയെക്കുറിച്ചുള്ള ഭയം. സ്വയംഭോഗത്തിനുള്ള ആസക്തി ആകുമോ എന്ന ആശങ്ക ഒരു തടസ്സമാവും. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് 9 സ്വകാര്യതയുടെ അഭാവം. സ്വകാര്യ ഇടത്തിലേക്ക് പരിമിതമായ ആക്സസ് അല്ലെങ്കിൽ കണ്ടെത്തുന്നതിനേക്കുള്ള സ്വയം അവബോധം തോന്നുന്ന ഒരു തടസ്സമാണ്. അതായത് സ്വകാര്യത ഇല്ലായ്മ. കാര്യം ഒരു പെൺകുട്ടി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൾ നേരെ അടുക്കളയിലേക്ക് പോകുന്നു, വീട്ടുകാരുടെ കാര്യങ്ങൾ നോക്കുന്നു, വീട്ടിലെ പണികൾ മുഴുവനും ചിലവാക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്കിനും മറ്റേ പത്രക്കാരൻ വരുന്നു, പാലുകാരൻ വരുന്നു, അല്ലെങ്കിൽ പാലിൻ്റെ സാധനങ്ങൾ മേടിച്ച് കൊടുക്കുന്നു, ചോറ് കറി എല്ലാം വെക്കുന്നു, തിന്ന് ഉടക്കുന്നു, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നു, അത് കഴിഞ്ഞ് കൊച്ചിനെ പഠിപ്പിക്കുന്നു. അങ്ങനത്തെ 100,000 പ്രശ്നങ്ങളിൽ എൻഗേജ്ഡ് ആകുമ്പോൾ ഒരു സ്വകാര്യ നിമിഷം അവർക്ക് കിട്ടാണ്ടാകുമ്പം അവർക്കിത് കിട്ടില്ല. അങ്ങനെയുള്ളവരാണ് വെറും പട്ടിപ്പണി എടുത്ത് ജീവിതം നശിപ്പിച്ച് കളയുന്ന പെണ്ണുങ്ങളെന്ന് പറയുന്നത്. വെറും പട്ടിപ്പണി. അതായത് അവരുടെ ലൈഫേ വേസ്റ്റ് ആയിപ്പോവും. അവർക്ക് യാതൊരുവിധ ഹാപ്പിനെസ്സും ഇല്ല. പിന്നെ അവർ ഈ ചോറുണ്ടാക്കുന്നതിൻ്റെ അകത്തും കൊച്ചിനെ പഠിപ്പിക്കുന്നതിൻ്റെ അകത്തും അതിൻ്റെ അകത്തൊക്കെ ചുമ്മാ ഹാപ്പിനെസ്സിനെ കണ്ടെത്തി അവരുടെ ജീവിതം നശിപ്പിച്ച് കളയുന്ന ആൾക്കാർ. എന്നുവെച്ചാൽ അവരൊക്കെ ജനിച്ചാലും മരിച്ചാലും ഒന്നും ഈ ലോകം അറിയപ്പെടുകയോ ഒന്നും ആകത്തില്ല. വെറുതെ ഒരു മനുഷ്യൻ ജനിച്ചു മരിച്ചു എന്ന് പറയുന്ന പരിപാടിയിലേക്ക് പോകും. പിന്നെ 10 പോയിൻ്റ് എന്ന് പറയുന്നത് സെക്ഷൽ ഓറിയൻറ്റേഷൻ. അതായത് അലൈംഗികമായി തിരിച്ചറിയുന്ന അല്ലെങ്കിൽ വ്യത്യസ്ത ലൈംഗിക അഭിമുഖ്യമുള്ള സ്ത്രീകൾ സ്വയംഭവത്തിന് ചായ്വ് തോന്നിക്കുകയേയില്ല. അതാണ് നമ്മൾ ഈ പറയുന്ന ചില ലെസ്ബിയൻ ടൈപ്പോ അല്ലെങ്കിൽ ഈ പറയുന്ന വേറെ അങ്ങനത്തെ ടൈപ്പൊക്കെ സാധനങ്ങൾ. ഇനി ഇതിൻ്റെ പ്രതിഫലമാണ്, അതായത് ലാഭം. വാട്ട് ഇസ് എ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഉത്തേജനം എന്താണെന്നുള്ളത്. എൻഡോഫിൻസ് എന്ന് പറയുന്നൊരു ഹോർമോൺ ഉണ്ടാക്കും, അതായത് വേദനയ്ക്കുള്ള ആശ്വാസം. ഓക്കെ, ദ പെയിൻ റിലീഫ്. പിന്നെ സന്തോഷം, പിന്നെ വിശ്രമം. അതായത് ഒരു നല്ല വിശ്രമമൊക്കെ കിട്ടുന്ന പോലത്തെ നമ്മുടെ ശരീരത്തിനൊരു വിശ്രമം കിട്ടി, അല്ലെങ്കിൽ ടേക്ക് റിലീഫ് എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് കിട്ടി എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന പോലത്തെ ഹോർമോൺസ് ക്രിയേറ്റഡ് ടൈമാണത്. പിന്നെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത് ലിബിഡോ ഉത്തേജനം പുരുഷന്മാരിലുള്ളതാണ്. പിന്നെ അഡ്രിനാലിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക, അതായത് ആവേശം ഉണ്ടാക്കുക, ഊർജ്ജം ഉണ്ടാക്കുക. അതായത് നമ്മളാലോചിക്കും, നമുക്കറിയാവുന്ന പെൺകുട്ടികളൊക്കെ ഭയങ്കര ലേസി ആയിട്ട് നടക്കുകയും മടി പിടിച്ച് നടക്കുകയൊക്കെ, അല്ലെങ്കിൽ അവർക്കൊരു ഊർജ്ജമില്ലാത്തതുപോലെയും ആവശ്യമില്ലാത്തതൊക്കെ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് ദീസ് ടൈപ്സ് ഓഫ് ഹാപ്പിനെസ് ഹോർമോൺ നെവർ പ്രൊഡ്യൂസ്ഡ് ദെയർ മൈൻഡ്. അവരുടെ ബ്രെയിനിൽ ഇതേപോലത്തെ ഹാപ്പിനെസ് ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടാത്തത് കൊണ്ടാണ് അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അവരും ഈ പറയുന്ന മാസ്റ്റർബേറ്റ് ചെയ്ത് അവർക്ക് ഈ പറയുന്ന ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചാൽ അവരും ഊർജ്ജസ്വലരും ആവേശമുള്ളവരുമായിട്ട് തീരും. പിന്നെ ഇത് ഏത് സാധനം അധികമായ അമൃതവിഷം എന്നാണ്. ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. വേറെ പണിക്കൊന്നും പോകാതെ രാവിലെ എഴുന്നേൽക്കുക, മാസ്റ്റർബേറ്റ് ചെയ്യുക, അതിൻ്റെ പണിക്കൊന്നും പോകുന്നില്ല, എനിക്ക് ഹാപ്പിനെസ് ഹോർമോൺ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ മൂഞ്ചി പോകുള്ളൂ ലൈഫ്. അത് വേറെ കാര്യം. അപ്പം പിന്നെ വാസോപ്രസിൻ, ബോണ്ടിങ്, അതായത് അറ്റാച്ച്മെൻറ്റ്. നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് തിങ്കിങ് പ്രോസസ്സ് വരും. ഇതൊക്കെ ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഹോർമോൺ ക്യാൻ കണക്ട് ദ മൈൻഡ് തിങ്കിങ്. അതായത് തിങ്കിങ് പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് എപ്പോഴും ഹോർമോൺസുകളുടെ ഡൈവേർഷൻസ് അല്ലെങ്കിൽ ഹോർമോൺസിൻ്റെ ബ്ലൻഡിങ്ങുകളാണ്.
നമ്മുടെ തലച്ചോറിൻ്റെ അകത്ത് എന്ത് ടൈപ്പ് ഹോർമോൺസാണ് നിലനിൽക്കുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നതും നമ്മുടെ ഉള്ളിൽ തോട്ട് പ്രോസസ്സുകൾ വർക്ക് ചെയ്യുന്നതും ഡിസിഷൻസുകൾ വർക്ക് ചെയ്യുന്നതും നമുക്ക് വാട്ട് ഈസ് എ ലൈഫ് എങ്ങനത്തെ നമുക്ക് ലൈഫ് എങ്ങനെ വേണം, നമ്മുടെ ജീവിതം എന്ത് രീതിയിൽ വേണം എന്നുള്ളതിനെ ഡിസൈഡ് ചെയ്യുന്നത് ദീസ് ടൈപ്സ് ഓഫ് ഹോർമോൺസുകളാണ്. ഇനി പ്രയോജനങ്ങൾ: ആഴത്തിലുള്ള വൈകാരിക ബന്ധവും അടുപ്പവും, 2 വർദ്ധിച്ച വിശ്വാസവും ബന്ധവും, 3 മെച്ചപ്പെട്ട ആശയവിനിമയവും ധാരണയും, 4 വർദ്ധിച്ച ലൈംഗിക സുഖവും സംതൃപ്തിയും, 5 മാനസികാവസ്ഥ വർദ്ധിക്കുകയും സമ്മർദ്ദം കുറയ്ക്കാനും ചെയ്യുന്നു. അതായത് ലോട്ട്സ് ഓഫ് ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്, എനിക്ക് ടെൻഷൻ കാരണം ഒന്നും നിൽക്കാൻ പറ്റില്ലെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാസ്റ്റർബേറ്റ് ചെയ്താൽ മതി. ആ ടെൻഷനൊക്കെ റിലീസ്ഡ് ആയി പോയിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ളൊരു മെഡിസിൻ പോലെ ഇത് വർക്ക് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യാനും സാധിക്കും. സ്നേഹത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും വർദ്ധിച്ച വികാരങ്ങൾ, അതായത് നമുക്ക് ആൾക്കാരോട് എപ്പോഴും നല്ല രീതിയിൽ സംസാരിക്കാനും സ്നേഹകരമായി സംസാരിക്കാനൊക്കെ ഈ പറയുന്ന മാസ്റ്റർബേഷൻ കൊണ്ടിട്ട് അവർക്ക് സാധിക്കും. ഓക്കെ, ഞാനിത് ഒന്നും കൂടി ആവർത്തിച്ച് പറയുന്നു. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും മാസ്റ്റർബേറ്റ് ചെയ്ത് ഹാപ്പിനെസ് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. ഹാപ്പിനെസ് ഹോർമോൺ തലച്ചോറിനകത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല 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 പ്രവർത്തികൾ ചെയ്യാനും കൂടി അത് കാരണമാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹാപ്പിനെസ് ഹോർമോൺ തലച്ചോറിനകത്ത് ഇരുന്നിട്ട് പിന്നെ ഒരു പണി എടുക്കാതിരുന്നിട്ട് കാര്യമില്ല. അപ്പം പണിയെടുക്കാത്ത ആൾക്കാർ എന്തുകൊണ്ട് പണിയെടുക്കുന്നില്ല, അല്ലെങ്കിൽ അവരൊക്കെ എന്തുകൊണ്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ റീസണാണ് ഞാനീ പറയുന്നത്. ദേ ക്യാൻ ക്രിയേറ്റ്, അവർക്ക് തലച്ചോറിനകത്ത് ഹാപ്പിനെസ് ഹോർമോൺ ക്രിയേറ്റഡ് ആയാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സ് വേണ്ടത്ര സന്തോഷകരമായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിൽ, അതായത് ഈ പറയുന്ന ഹാപ്പിനെസ് ഹോർമോണുകൾ നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണെന്നാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. അത് വിവിധ മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാക്കും. സാധ്യമായ ചില മാനസിക പ്രശ്നങ്ങൾ താഴെ പറയാം. വിഷാദം, മനസ്സിലായില്ലേ? സെറട്ടോണിൻ, ഡോപ്പാമിൻ, എൻഡോഫിൻ എന്നിവയുടെ കുറഞ്ഞ അളവ് വിഷാദ രോഗത്തിന് കാരണമാകും. അതായത് ചില സ്ത്രീകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും സങ്കടം പറച്ചിലും എപ്പോഴും മുഖങ്ങലും എപ്പോഴും നഷ്ടങ്ങളുടെ കഥയും എപ്പോഴും ഒരു മുണഞ്ഞ ഡയലോഗ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉള്ളിൽ ഈ വിഷാദ പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ കാരണമേ ഇതാണ്. അവർ ജസ്റ്റ് ഒന്ന് മാസ്റ്റർബേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന ഹോർമോൺസിനെ റീക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർ ജന്മത്തിൽ ഈ വിഷാദ പരിപാടി, ഈ പറയുന്ന സങ്കടവും ബുദ്ധിമുട്ടുകളും ഒന്നും ഉണ്ടാക്കത്തില്ല, ആ പരിപാടിയേ പറയത്തില്ല. പിന്നെ ഉത്കണ്ഠ വൈകല്യങ്ങൾ, അസന്തുലിതാവസ്ഥ പോലുള്ള സെറട്ടോണിൻ, ഡോപ്പാമിൻ എന്നിവയുടെ അളവ് ഉത്കണ്ഠ, അതായത് സമ്മർദ്ദം, ഭയം എന്നിവയ്ക്ക് കാരണം. അതായത് എന്തും പേടിയായിരിക്കും. അയ്യോ അപ്പുറത്തോടെ പൂച്ച വന്നേ, അയ്യോ അതെന്നെ എന്തെങ്കിലും ചെയ്യുമോ, അല്ലെങ്കിൽ ഇപ്പം ചില വീട്ടിലുള്ള അമ്മമാരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ അമ്മമാരുടെ മക്കളൊക്കെ പുറത്തോട്ട് പോകുമ്പോൾ അയ്യോ അവനെന്തെങ്കിലും പറ്റി കാണുമോ, അയ്യോ മറ്റേ വയനാട് ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ വയനാട് ദുരന്തം ഉണ്ടായെന്ന് വെച്ചോ, അപ്പോൾ ട്രിവാൻഡ്രത്തായിരിക്കും ആരെങ്കിലും ഇവരുടെ മക്കൾ ആരെങ്കിലും ജീവിക്കുക. അപ്പോൾ തന്നെ അയ്യോ വയനാട് ദുരന്തം ഉണ്ടായി, തിരുവനന്തപുരത്തുള്ള എൻ്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നൊക്കെ ചോദിക്കുന്ന പോലത്തെ അമ്മമാരൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഉത്കണ്ഠ വൈകല്യങ്ങളാണ്. അവർ ഈ പറഞ്ഞ മാസ്റ്റർബേറ്റ് ചെയ്യുന്നില്ല, അവരുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന പോലത്തെ ഡോപ്പാമിൻ പോലത്തെ ഹാപ്പിനെസ് ഹോർമോണുകൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയുള്ള അമ്മമാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പെങ്ങന്മാരോ അങ്ങനെയുള്ള ഭാര്യമാരോ ഒക്കെ ഉണ്ടെങ്കിൽ ദേ ആർ യൂസിങ് ഈ പറയുന്ന പോലെ മാസ്റ്റർബേറ്റ് ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന ഹാപ്പിനെസ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് അങ്ങനത്തെ ചിന്തകളൊക്കെ ഇല്ലാണ്ടാവും. ഓക്കെ, അടുത്തത് മൂഡ് സ്വിങ്ങിങ് ആണ്. 3 മൂഡ് സ്വിങ്ങിങ്: സെറട്ടോണിൻ, ഡോപ്പാമിൻ എന്നിവയുടെ ഏറ്റക്കുറച്ചിലുകൾ, തീവ്രമായ മാനസിക ക്ഷോഭം, അത് ദേഷ്യം, ഒരാവശ്യമില്ലാതെ ദേഷ്യപ്പെട്ടില്ല, അതായത് ഉപ്പെടുത്ത് വെച്ചില്ല, അല്ലെങ്കിൽ മറ്റേ സാധനം ഷർട്ട് അലക്കി വെച്ചില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് അതെടുത്തില്ല ഇങ്ങോട്ട് ഇതെടുത്തില്ല എന്നാണ് ഒരാവശ്യമില്ലാതെ ചുമ്മാ കുറേ ദേഷ്യവും പരിപാടിയൊക്കെ ഉണ്ടാക്കുന്നത് ഇതേപോലത്തെ ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യാത്തതുണ്ട്. അതിനും ഈ പറയുന്ന മാസ്റ്റർബേഷൻ കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ഗുണമാണ് ഉണ്ടാവുള്ളൂ. വൈകാരിക അസ്വസ്ഥത എന്നിവ കാരണമാകും. ക്ഷീണവും ഉദാസീനതയും, എപ്പോഴും ക്ഷീണം, തളർന്നേ മുണഞ്ഞെന്ന് പറഞ്ഞിരിക്കുന്ന കുറേ പെമ്പിള്ളേരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രശ്നം ഇതാണ്. ബേസിക്കലി ദ ഹാപ്പിനെസ് ഹോർമോൺ നെവർ പ്രൊഡ്യൂസ് ദ ടൈം ദീസ് ടൈപ്സ് ഓഫ് കഴിഞ്ഞാൽ ഹാപ്പിനെസ് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ക്യാരക്ടറൈസേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. കുറഞ്ഞ ഡോപ്പാമിൻ, സെറട്ടോമിൻ എന്നിവയുടെ അളവ് സ്ഥിരമായ ക്ഷീണം, പ്രചോദനത്തിൻ്റെ അഭാവം, നിസ്സംഗത എന്നിവയിലേക്ക് നയിച്ചേക്കാം. ഉറക്കമില്ലായ്മയും തകരാറുകൾ, അത് ഉറങ്ങത്തേ ഇല്ല, ചുമ്മാ രാത്രിയിൽ ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് 2 മണിക്കൂറൊക്കെ കിടന്നുറങ്ങുള്ളൂ. അതിൻ്റെയൊക്കെ കാരണം ഇതാണ്. അസന്തുലിതാവസ്ഥയിലേക്കുള്ള സെറട്ടോണിൻ, മെലറ്റോണിൻ എന്നിവയുടെ അളവ് ഉറക്കത്തെ ബാധിക്കുകയും ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ മറ്റു ഉറക്ക തകരാറുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. താല്പര്യം നഷ്ടപ്പെടുന്നു. കുറഞ്ഞ ഡോപ്പാമിൻ്റെ അളവ് പ്രവർത്തനങ്ങളിലോ ഹോബികളിലോ സാമൂഹിക ഇടപെടലുകളിലോ താല്പര്യം. നമ്മളിപ്പോൾ എന്തിന് വിളിച്ചാലും ഈ
ഇതേപോലത്തെ പെണ്ണുങ്ങൾ വരില്ല. ഇപ്പം നമ്മൾ പറയണം വാ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇല്ല ഇന്ന സ്ഥലത്ത് പോവാം എന്ന് പറയുമ്പോൾ ഓ ഞാനില്ലടാവേ അതിന് ഞാനില്ല. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ പറയണം ഓക്കെ 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 നമുക്കൊരു കാര്യം ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത് കിട്ടും, നമുക്ക് അതിന് പോവാം, അല്ലെങ്കിൽ വാ നമുക്കൊരു യാത്ര പോവാം, അല്ലെങ്കിൽ നമുക്കൊരു സിനിമക്ക് പോവാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന സ്ഥലത്ത് പോവാം, അവിടെ പോയി ഇവിടെ പോകാം, അല്ലെങ്കിൽ നീ അത് ചെയ്യും ഇത് ചെയ്യുക മറ്റേ ചെയ്യും മറിച്ച് ചെയ്യുക, നിനക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല നിനക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഓ എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലടാവേ എന്ന് പറയുന്ന പോലത്തെ മുണഞ്ഞ പെമ്പിള്ളേരുണ്ട്. അങ്ങനത്തെ മുണഞ്ഞ പെമ്പിള്ളേരുണ്ടാകാനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് ഈ പറയുന്ന ഹാപ്പിനെസ് ഹോർമോൺ അവരുടെ തലച്ചോറിൽ ഉണ്ടാകാത്തത് കൊണ്ടാണ്. അവരെ എങ്ങനെയെങ്കിലും നിങ്ങൾ മാസ്റ്റർബേറ്റ് ചെയ്യിപ്പിച്ച് നോക്കുക, അവർ നല്ല ചാടി ജില്ലുന്നുണ്ട് എവിടെ പറയണ ട്രാവൽ പോവാം പിന്നെ എന്താ വാ പൊള്ളി നമുക്ക് തകർക്കാം. അതെന്ന് ചില്ല് വൈബുള്ള പെമ്പിള്ളേരൊക്കെ നോർമലി അവരുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന ഹാപ്പിനെസ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന പെണ്ണുങ്ങളായിരിക്കുള്ളൂ ഏറ്റവും പവർഫുൾ ആൻഡ് ആക്റ്റീവ് പെമ്പിള്ളേരെന്ന് പറയുന്നത്. പിന്നെ 7 വർദ്ധിച്ച സ്ട്രെസ്. ഇതിപ്പോൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, ആണുങ്ങളും സെയിം തന്നെയാണ്. വർദ്ധിച്ച സ്ട്രെസ് ഉണ്ടാകാനുള്ള കാര്യം കുറഞ്ഞ കോർട്ടിസോൺ നിയന്ത്രണം, വർദ്ധിച്ച സമ്മർദ്ദം, ഉത്കണ്ഠ, അമിത വികാരങ്ങൾ എന്നിവയിലേക്ക് നയിച്ചേക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് ടെൻഷൻ അടിക്കുക, സിനിമ കണ്ടാലും ടെൻഷൻ, യാത്ര പോയാലും ടെൻഷൻ, അവിടെ പോയാലും ടെൻഷൻ, ഇവിടെ പോയാലും ടെൻഷൻ. ഇനിയിപ്പം അമേരിക്കയിൽ എവിടെയെങ്കിലും അമേരിക്കയിൽ ആർക്കെങ്കിലും തുമ്മലുണ്ടായാൽ അതിന് വരെ ടെൻഷൻ അടിക്കുന്ന പെമ്പിള്ളേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഉണ്ടാകുന്നത് ഇതേപോലത്തെ പ്രശ്നം തന്നെയാണ്. പിന്നെ ഓർമ്മ ഏകാഗ്രത പ്രശ്നം, ഒരു ഓർമ്മ ഉണ്ടാവില്ല വെച്ച സാധനം എവിടെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്യാസ് ഓണാക്കിയിട്ടിട്ട് ഓഫാക്കാണ്ട് പോവുക, മനസ്സിലായില്ലേ? ഇപ്പോൾ കാപ്പി വെച്ചിട്ട് കാപ്പി തിളപ്പിച്ച് വെക്കാൻ വെച്ചിട്ട് അത് മറന്നു പോവുക, ടി വി ഓണാക്കിയിട്ട് ഓഫ് ചെയ്യാൻ മറക്കുക, വീടിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് അടയ്ക്കാൻ മറക്കുക. അങ്ങനത്തെ ഓർമ്മക്കുറവുകളൊക്കെ ഉണ്ടാകുന്നതൊക്കെ ഇതേപോലത്തെ ഹാപ്പിനെസ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടാത്ത സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ തന്നെ മാസ്റ്റർബേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ മൂഡിൻ്റെ അസ്ഥിരത, സെറട്ടോണിൻ, ഡോപ്പാമൈൻ എന്നിവയിലെ ഏറ്റക്കുറച്ചുകൾ, തീവ്രമായ വൈകാരിക ഷിഫ്റ്റുകൾ, മൂഡ് അസ്ഥിരത, വൈകാരിക പ്രതിപ്രവർത്തനം എന്നിവയിലേക്ക് നീങ്ങുന്നത്. ആത്മഹത്യാ ചിന്തകൾ, അതായത് എന്ത് പറഞ്ഞാലും രണ്ടിനും ഞാൻ സൂയിസൈഡ് ചെയ്യും, ഞാൻ മരിക്കും, ഞാൻ നശിച്ചു, എന്നെക്കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല, ഞാൻ നശിച്ചു, ഞാൻ ചത്തുവും, കൊണന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്ന പോലത്തെ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ പ്രോബ്ലം ഇത് തന്നെയാണ്, ഈ പറയുന്ന ഹാപ്പിനെസ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. വെച്ചാൽ അവരും ഈ പറയുന്ന മാസ്റ്റർബേറ്റ് എങ്ങനെയാലും നിങ്ങൾ മാസ്റ്റർബേറ്റ് ചെയ്തോ ജന്മത്തിൽ നിങ്ങൾ ആത്മഹത്യ ചെയ്യില്ല. നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്ന അപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അങ്ങോട്ട് ഒരു ഒറ്റ മാസ്റ്റർബേഷൻ അപ്പം നിങ്ങൾ മരിക്കത്തേ ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യത്തില്ല. കടുത്ത വിഷാദരവും നിരാശ അങ്ങേറ്റം സന്ദർഭങ്ങളിൽ ആത്മഹത്യ ചിന്തകളിലേക്ക് നയിച്ചു. ആവേശം, ഊർജ്ജം, വാസോപ്രസിൻ, ബോണ്ടിങ്, അറ്റാച്ച്മെൻറ്റ്, പ്രയോജനങ്ങൾ, ആഴത്തിലുള്ള വൈകാരിക ബന്ധം, അടുപ്പം, വർദ്ധിച്ച വിശ്വാസം, ബന്ധവും, മെച്ചപ്പെട്ട ആശയവിനിമയം, ധാരണയും, വർദ്ധിച്ച ലൈംഗിക സുഖം, സംതൃപ്തിയും, മാനസികത വർദ്ധിക്കുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു, സ്നേഹത്തിൻ്റെ അടുപ്പത്തിൻ്റെയും വർദ്ധിച്ച വികാരം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കോമൺലി ഞാൻ പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ മ്യൂസിക്കൽ വീഡിയോസ്, മ്യൂസിക്കൽ ആൽബംസ്, അതായത് മ്യൂസിക്കുകൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെയാണ് മ്യൂസിക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ് തന്നെ ഇവിടെ നടക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഏത് പാട്ടിനും എടുത്തു വെച്ച് നോക്കിയോ മോസ്റ്റ് ഓഫ് ദ പാട്ട് ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ളതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ, അതായത് ഏറ്റവും കൂടുതൽ സോങ് കേൾക്കുന്ന ആൾക്കാർ ആരാണെന്നുള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ സ്ത്രീകളായിരിക്കും. ബിക്കോസ് ഈ സോങ് കേൾക്കുമ്പോഴും നമുക്കുണ്ടാവുന്നത് ഇതേപോലത്തെ ഹാപ്പിനെസ് ഹോർമോൺസ് തന്നെയാണ്. അപ്പോൾ മാസ്റ്റർബേഷൻ ചെയ്യാൻ താല്പര്യമില്ലാത്ത സ്ത്രീകളാണെങ്കിൽ കൂടുതലായിട്ട് പാട്ട് കേൾക്കേണ്ടി വരും, മനസ്സിലായി? അപ്പോൾ എന്തുണ്ടമ്പര് കാണിച്ചിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ ഹാപ്പിനെസ് ഹോർമോൺസിനെ കൊണ്ടുവരിക. അപ്പോൾ ഹാപ്പിനെസ് ഹോർമോൺസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഹാപ്പിയിൽ നിങ്ങൾക്ക് ഒരിക്കലും നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ നെഗറ്റീവ് തിയറീസ് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രാക്ഷൻ തിയറീസ് ഒന്നും നിങ്ങളുടെ ഉള്ളിലുണ്ടാവില്ല. നിങ്ങൾക്ക് ചില്ലായിട്ടിരിക്കാൻ പറ്റും. ലൈഫിനെ വളരെ എൻജോയ്മെൻ്റ് ആയിട്ട് കാണാൻ പറ്റും. ലൈഫ് ഈസ് വെരി ഷോർട്ട് നൻബാ, ബി ഹാപ്പി എന്ന് വിജയണ്ണം പറഞ്ഞിട്ടുള്ള സാധനം കേട്ടില്ല. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. ആരും ഉപദ്രവിക്കാതിരിക്കുക, ആരെയും ദ്രോഹിക്കാതിരിക്കുക. നമുക്ക് ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മാസ്റ്റർബേഷൻ പോലത്തെ വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രവർത്തനം നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് വേറെയുള്ള ആൾക്കാരെ ഇടങ്ങേറാക്കാനും വേറെയുള്ള ആൾക്കാരെ നശിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. സന്തോഷിച്ച് നിൽക്കുന്ന ആൾക്കാരെ തകർക്കാൻ ഈ ലോകത്തിൽ ഒരു കോപ്പിനും സാധിക്കില്ല. ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്ക് തോന്നുന്നു, ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ആൾക്കാരെന്ന് പറയുന്നത് അത് ചിലപ്പോൾ ആരായിരിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിച്ച് കണ്ടെത്താവുന്ന കാര്യമുള്ളൂ. അങ്ങനെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഹാപ്പിനെസ് ഹോർമോൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പരിപാടിയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഒന്നെങ്കിൽ മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കുക എന്ന് പറയുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹോബീസ് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന രീതിയിൽ, അതായത്
അതായത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മ്യൂസിക് കേൾക്കുന്നതുകൊണ്ട് ആർക്കും ഒരു ഉപദ്രവമില്ല. നമ്മളെ ഹോബീസ് മീൻസ് ഇപ്പോൾ ഹോബീസ് എന്ന് വെച്ചാൽ ക്രിക്കറ്റ് കളിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ റീഡ് ചെയ്യുക, അങ്ങനത്തെ ഹോബീസ്, അതുകൊണ്ടിട്ട് ആർക്കും ഒരു ഉപദ്രവമില്ല. ആർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറിലുണ്ടാകുന്ന ഹോർമോൺസ് കൊണ്ടിട്ട് ഈ ലോകത്തിനും നിങ്ങൾക്ക് ഭയങ്കര ഗുണമാണ് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് യാതൊരുവിധ പ്രോബ്ലംസ് ഉണ്ടാവില്ല. അങ്ങനെ അല്ലാത്ത ആൾക്കാർ മാത്രമാണ് നിയമത്തിനെയും നിയമവ്യവസ്ഥയെയും കാര്യങ്ങളെയൊക്കെ പേടിക്കേണ്ട കാര്യമുള്ളൂ. സോ ബി അലേർട്ട്. അതായത് ജസ്റ്റ് മാസ്റ്റർബേറ്റ് ചെയ്താൽ തീരാവുന്ന നിസാര പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു കുന്നോളം പ്രോബ്ലംസ് ഇവിടുത്തെ ഹ്യൂമൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഹ്യൂമൻസുകളെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് അവരോട് പോയിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യാൻ പറയാം. ദ പ്രോബ്ലം ക്യാൻ സോൾവ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് പറ്റുവാന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, പറ്റിയില്ലെങ്കിൽ ഷെയർ ചെയ്യേണ്ട. ആവശ്യമുള്ളവർ കാണുക, ആവശ്യമില്ലാത്തവർ കാണണ്ട. ആരൊക്കെ കണ്ടാലും കേട്ടാലും കണ്ടില്ലെങ്കിലും ഓക്കെ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും, ഞാൻ എഴുതിയിടാനുള്ളത് ഞാൻ എഴുതിയിടും. ഇത് വായിച്ചു കഴിഞ്ഞും പിന്നെ കൊണയെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ, പോ അണ്ണാച്ചി പിന്നെ വാ. അങ്ങനെ സൈനിങ് ഓഫ് നന്ദകുമാർ. താങ്ക് യു.